തണുപ്പ് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് എന്ന് പറയുന്നൊരു കാര്യം ഇതാണ് കേട്ടോ. അല്ലിക്കുഞ്ഞിന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊരു ശ്വാസം മുട്ടൽ പോലെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു ഈ ഒരു മെഷീൻ മറ്റേ നെബുലൈസേഷൻ്റെ മെഷീൻ വാങ്ങിച്ച് വെക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ആ സമയത്ത് നമ്മളിത് ഇനിയിപ്പം എപ്പോഴും വരത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പക്ഷേ ഇപ്പോൾ തണുപ്പ് കയറിയപ്പം അവന് വീണ്ടും ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ കയ്യോടെ തന്നെ ആമസോണിൽ നിന്ന് ഈ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ദിവസത്തിനകം കിട്ടുമെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാനൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഞാനും ഏട്ടൻ ഉറങ്ങിയിട്ടേ ഇല്ല 2 മണി മുതലേ. പിന്നെ ഒരു 5:30 കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടുവന്നു. ഒരു 7:30 ആയപ്പോൾ ഏകദേശം പരിപാടി തീർന്നുകൊണ്ട് നല്ല തണുപ്പാണ്. പുറത്ത് കണ്ട് ഫുൾ കോടയായിട്ട് റോഡിലൊക്കെ മുഴുവനും. അങ്ങനെ കൊണ്ടുവന്നു. എന്തായാലും ഇപ്പോൾ സ്കൂളിലൊന്നും വിടുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് നേരത്തെ പോകണം. അങ്ങനെ കൊണ്ടുവന്ന പാടെ അവനെ നേരെ കിടത്തി ഉറക്കി കേട്ടോ. രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തെച്ചൂട്ടി പിന്നെ ഒന്നും അറിഞ്ഞില്ല. അമ്മച്ചാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് തെച്ചൂട്ടിൻ്റെ അടുത്ത് വന്ന് കിടന്നായിരുന്നു. വന്നതും അറിഞ്ഞില്ല പോയതൊന്നും അവൾ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അല്ലിക്കുഞ്ഞിനെ ഉറക്കി. പിന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പഴമുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ ദേശീയ ഭക്ഷണം പുട്ടായിട്ടുണ്ട് ഗൈസ്. എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ചായ കുടിച്ചു. പുട്ടും പഴവും ഒക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് ചിരട്ടപ്പുട്ടും 3 കുഞ്ഞ് പഴമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും നേരിട്ട് തെച്ചിട്ട് എഴുന്നേറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇനിയിപ്പം എഴുന്നേക്കത്തില്ലായിരിക്കും ഉറക്കമായിരിക്കില്ല. അപ്പോൾ ഇനി വിളിക്കണ്ട ഇറങ്ങുകയെന്നുള്ളത് ഏട്ടയോട് പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ മുറിയിലോട്ട് കയറിയതാണ് കേസ്. അപ്പോൾ അവിടെ കൊലുസിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന് ഒരു ഓട്ടം വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് പോയിട്ട് ഒളിച്ചിരിക്കാൻ തോന്നിയില്ല. അവൾ ഇറങ്ങി വന്നെ കണ്ടപ്പോൾ സങ്കടം വന്നു. പിന്നെ ഞാൻ എടുത്ത് നോക്കി കുറച്ചും കൂടി സമയമുണ്ട് ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് പിന്നെ ഒന്ന് എടുത്തൊക്കെ ആക്കി കൊഞ്ചിച്ച് പല്ലൊക്കെ തേപ്പിച്ചിരുത്തി പാലൊക്കെ കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ ഐസായിട്ട് ഇറങ്ങിയത്. അവൾ അറിഞ്ഞില്ല. ഏട്ടനെ ഞാൻ വിളിപ്പിച്ചിരുത്തിയായിരുന്നു. അങ്ങനെ അമ്മച്ചി ഇതേ പുറകെ വന്ന് എനിക്ക് താക്കോലൊക്കെ എടുത്ത് തന്നു. അതൊക്കെ കൊണ്ട് നേരെ ഇറങ്ങി. ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറുവാണ്. പിന്നെ നമ്മുടെ പുതിയ വണ്ടി എടുത്തിട്ട് പൂജിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടായി പൂജിക്കാനൊക്കെ കൊണ്ടുപോയിട്ടാണ് ജോലിക്ക് പോകുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെ കൊണ്ടുപോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലൊന്ന് വണ്ടിയിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം വൈകുന്നേരം വീട്ടിൽ പോകണമെങ്കിൽ തന്നെ വണ്ടിയിൽ പോകാൻ പാടാക്കി തണുപ്പല്ലേ. അതുകൊണ്ട് പിന്നെ നമുക്ക് കാറിൽ തന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് വീട്ടിൽ പോകുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് വന്നിട്ട് വീട്ടിൽ പോകണം. ഇത് വണ്ടി പൂജിക്കാൻ കൊണ്ടുപോയി കുറച്ച് സീൻസ് ആയിട്ട് എടുത്ത് തന്നായിരുന്നു കേട്ടോ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. Bye.